കയ്യിൽ വീണയും ഹൃദയത്തിൽ ഗീതവും നിറഞ്ഞ ആടുകളെ മേയിച്ചൊരിടയൻ. രാജസിംഹാസനത്തിലിരുന്നവൻ ഒരു ചെറിയ കല്ലുമായി ഭീമനായ ഗോലിയാത്തിനെ നേരിട്ടപ്പോൾ അവൻ ജയിച്ചത് ശക്തി കൊണ്ടായിരുന്നില്ല, സർവശക്തനുള്ളതായ വിശ്വാസത്താലായിരുന്നു. എന്നാൽ അവൻ്റെ ജീവിതം വിജയങ്ങളുടെ മാത്രം കഥയല്ല, മനുഷ്യ ദുർബലതയുടെ, പാപത്തിൻ്റെ ഇരുട്ട് വീണതായ ഒരു ഹൃദയത്തിൻ്റെ കഥയായിരുന്നു. എന്നാൽ അവൻ്റെ മഹത്വം ആ വീണതിലായിരുന്നില്ല, ആ വീണതിന് ശേഷമുള്ളതായ എഴുന്നേൽപ്പിലായിരുന്നു, കണ്ണീരോടെയുള്ളതായ പ്രാർത്ഥനയിലായിരുന്നു. സർവശക്തൻ എന്നിൽ ശുദ്ധമായൊരു ഹൃദയത്തെ സൃഷ്ടിക്കണമേ എന്നുള്ളതായ അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും പ്രാർത്ഥന ഇതാ സ്വർഗീയ മേഘങ്ങളിലേക്ക് എത്തുകയാണ്. കരുണയുടെ വാതിൽ തുറക്കപ്പെടുന്നതായ ഒരനുഭവ സാക്ഷ്യം. വീഴ്ച മനുഷ്യൻ്റേതായിരിക്കാം, പക്ഷേ പശ്ചാത്താപം ദൈവത്തിലേക്കുള്ളതായ തിരിച്ചു യാത്രയാണെന്ന് ദാവീദ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ തപസ്സിൻ്റെ യാത്രയിൽ പാപം നമ്മെ തളർത്തിയേക്കാം, എന്നാൽ പശ്ചാത്താപത്തോടുകൂടി ആ സർവശക്തനിലേക്ക് നമുക്ക് യാത്രയാക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.